കളിവീടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജനയും പൂജയും അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങാം കേട്ടോ. അങ്ങനെ അവർ ഡോറൊക്കെ പൂട്ടി ഓട്ടോറിക്ഷയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാ തൊട്ടപ്പുറത്ത് മെയിൻ റോഡിൽ റാണി അവരെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. കഴിഞ്ഞ ദിവസം സീതമ്മ റാണിയോട് പൂജ എവിടെയാണ് താമസിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാട്ടോ റാണി അവിടെ എത്തി അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുന്നിലൂടെ ഒരു ഓട്ടോ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അവൾ അതിൽ പൂജയും അഞ്ജനയും കാണുകയാണ് കേട്ടോ. അങ്ങനെ അവൾ അവരെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചെന്ന് നിർത്തുന്നത് ഒരു അമ്പലത്തിൻ്റെ മുന്നിലാണ് കേട്ടോ. അങ്ങനെ റാണി അവരെ ഫോളോ ചെയ്ത് പിന്നാലെ തന്നെ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ പൂജയും അഞ്ജനയും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം തൊട്ട് പിന്നാലെ ഒരു മറവിലിരുന്ന് റാണി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അവളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖം ഷോൾ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ അങ്ങനെ കേട്ടിട്ട് റാണി മനസ്സിൽ വിചാരിക്കണ്ടേ, ഇതുപോലെയുള്ളൊരു മോളെയാണോ എൻ്റെ അമ്മ ആഗ്രഹിച്ചത് എന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് അർജുനും SP കിരണും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അർജുൻ എല്ലാ കാര്യങ്ങളും കിരണിനോട് സംസാരിക്കുന്നുണ്ട്. പൂജയുടെ എല്ലാ കഥകളും അറിഞ്ഞിട്ട് അവളെപ്പോലെ തന്നെ അഭിനയിക്കാൻ എൻ്റെ വീട്ടിലേക്ക് അവളെ അയച്ചത് ആരായിരിക്കും? അപ്പോൾ കിരണ പറയുന്നുണ്ട്, അന്ന് ചോദ്യം ചെയ്യാൻ വന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവളുടെ പെരുമാറ്റത്തിൽ എന്നൊക്കെ. അപകടത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അവൾ ഓരോ ഒഴിവുകൾ പറഞ്ഞ് വഴിമാറിപ്പോവാൻ ചെയ്തിരുന്നത്. നമുക്കവളെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്താൽ അവൾ ആരാണ്, എവിടെ നിന്നാണ് വരുന്നത് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നീ ഒന്ന് ചിന്തിച്ച് നോക്ക്, ആ അപകടത്തിന് ശേഷമല്ലേ നിൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു ബോൺ ക്രിമിനൽ ആയിരിക്കും അവൻ. നീ ടെൻഷനാവാതിരിക്ക്, യഥാർത്ഥ പൂജയെ നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തും. പിന്നീട് കാണിക്കുന്നത് അഞ്ജനയുടെ വീടാണ് കേട്ടോ. അവിടെ അഭിഷേകും അവൻ്റെ അച്ഛനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റാണി അവിടേക്ക് ചെല്ലുന്നത്. എവിടെ പൂജ നല്ല ഇമേജ് ഉണ്ടാക്കിയെടുത്തു അവിടെ എല്ലാം റാണി കയറിയെല്ലാം നശിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ അവളുടെ ആ നിപ്പ് നോട്ടം കണ്ടു, നീ പോയല്ലോ നിൻ്റെ ഭാവവും ഡ്രസ്സും എല്ലാവരും മാറ്റം എന്നൊക്കെ പറയും. അങ്ങനെ അവർ ഓരോന്ന് പറഞ്ഞ് വഴക്കായി. റാണി കയറിയിട്ട് അബിയുടെ അച്ഛന് നല്ല കൊടുക്കുന്നുണ്ട്. അഭിഷേക് നന്നായി പെരുമാറിയിട്ടാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. പിന്നീട് അവിടേക്ക് അമ്പലത്തിൽ നിന്നും പൂജയും അഞ്ജനയും തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പം അവരോട് പറയുന്നുണ്ട് അഭിഷേകും അവൻ്റെ അച്ഛനും നടന്ന കാര്യങ്ങളൊക്കെ, പൂജയുടെ ആ മാറ്റമൊക്കെ പറയുന്നുണ്ട്, എന്നിട്ട് കളിയാക്കണമൊക്കെ ഉണ്ട്. പിന്നീട് അഞ്ജന പൂജയ്ക്ക് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് കാണിക്കുന്നത്. അപ്പോൾ പൂജങ്ങ പറയുന്നുണ്ട്, ആരായിരിക്കും അമ്മ നമ്മൾ പോയതിന് ശേഷം ഇവിടെ വന്നത്? അപ്പോൾ അഞ്ജനയും അറിയില്ല മോളെ, അവർ സംശയത്തോടെ അങ്ങനെ നിൽക്കാണ്ട് ആരായിരിക്കും അത്. എങ്ങനെയായാലും അവർക്ക് നമ്മളെക്കുറിച്ച് നന്നായിട്ട് അറിയാം, അങ്ങനെയുള്ള ഒരാളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവരൊക്കെ കയറി അടിക്കാനോ ഇടിക്കാനോ കഴിയുന്നെങ്കിൽ അവർ ചില്ലറക്കാരിയല്ല എന്നൊക്കെ അഞ്ജന പറയാണ്. പൂജയ്ക്ക് വീണ്ടും ഇങ്ങനെ സംശയം കൂടുകയാണ് കേട്ടോ. അവളെപ്പോലെ ഒരാൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരുപക്ഷെ റാണി ഇതെല്ലാം ചെയ്യുന്നത് പൂജയെ അവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കാനായിരിക്കും. ഈ കാര്യം അവൾ നേരത്തെ ശ്രീകുമാറിനോട് പറഞ്ഞിരുന്നല്ലോ. പിന്നീട് കാണിക്കുന്നത് റാണി ശ്രീകുമാറിനെ കാണാനായിട്ട് എത്തിയാണ് കേട്ടോ. എന്നിട്ട് റാണി ശ്രീകുമാറിനോട് പറയുന്നുണ്ട്, എടാ ഞാൻ എൻ്റെ യഥാർത്ഥ അച്ഛനമ്മയെയും ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടു. ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ശ്രീകുമാർ എങ്ങനെ എന്താ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ നന്ദഗോപനെ കുറിച്ചും അഞ്ജനയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് നന്ദഗോപനിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് അഞ്ജനയും നന്ദനും പ്രണയത്തിലായതും തുടർന്ന് അവൾ എൻ്റെ ജനനം കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ അലക്സിസ് ചായയിൽ നിന്നും അവൾ കളക്ട് ചെയ്തിരുന്നല്ലോ. അതിനുശേഷം ഉള്ളത് സീതമ്മയിൽ നിന്നും അവൾക്ക് വിവരം കിട്ടിയിരുന്നു. അപ്പോൾ ഈ കഥകളൊക്കെ അവൾ ശ്രീകുമാറുമായിട്ട് പങ്കുവെക്കാൻ കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് ശ്രീകുമാർ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. എടി ഇനി എൻ്റെ ഈ കൊട്ടേഷനൊന്ന് അവസാനിപ്പിക്കുക, എന്തായാലും നല്ലൊരു കാര്യമല്ലല്ലോ നീ ചെയ്യുന്നത്, ഒരു കുടുംബം കലക്കല്ലേ, ഇനിയെങ്കിലും നല്ല രീതിയിലൊന്ന് ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് റാണീനെ അവനെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം മുതൽ തന്നെ അറിയാം ശ്രീകുമാറിന് റാണിയുടെ ഈ കൊട്ടേഷൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവൾ കൊണ്ടുവരുന്ന ഈ പണത്തിനോടൊന്നും അവനൊട്ടും താല്പര്യമില്ല എന്നൊക്കെ അവൻ പ്രകടിപ്പിച്ചത് നമുക്ക് നേരത്തെയുള്ള എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ റാണി പറയുന്നുണ്ട്, എന്തായാലും കമ്മീഷണർ തന്ന കൊട്ടേഷൻ കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി, സ്വന്തം അച്ഛനും അമ്മയെ കണ്ടെത്താനായല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കളി വീട്ടിൻ്റെ വിശേഷങ്ങൾ. വരും എപ്പിസോഡിൽ നമുക്ക് ഈ പറഞ്ഞ സീനുകളൊക്കെ കാണാൻ സാധിക്കും.